സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഞാനും ശ്യാമും ഫഹദ് ഫാസിലും ചേർന്നിട്ട് ചെയ്യുന്ന 5ാമത്തെ സിനിമ പ്രേമലു ഈ അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി 9 തിയേറ്ററുകളിൽ എത്തുകയാണ്. തണ്ണീർമത്തും ജനങ്ങൾക്കും സൂപ്പർ ശർമ്മയ്ക്ക് ശേഷം ഗിരീഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണ് സിനിമയെക്കുറിച്ച് ഉള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ പ്രസ് മീറ്റ്. ഗിരീഷ് സിനിമയെക്കുറിച്ച് ബേസിക്കായിട്ടൊന്ന് പറയും. റോംകോം ജോണറിലുള്ളൊരു സിനിമയാണിത്. ഗിരീഷ് ബേസിക്കായിട്ടൊന്ന് പറയും, എന്നിട്ട് നമുക്ക് സംസാരിച്ചു വേണം. നമസ്കാരം. ഗിരീഷ് ഏട്ടൻ പറഞ്ഞോളെ ഇതൊരു പക്ക റോംകോം ജോണറിലുള്ളൊരു പരിപാടിയാണ്. എന്താ പറയുക, മുൻപത്തെ പടങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ചും കൂടി വലിയൊരു സ്കെയിലിൽ വന്നിട്ടുള്ളൊരു പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല മ്യൂസിക്കും കോമഡി റൊമാൻസും ഒക്കെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പടമായിട്ട് ആണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 9-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതൊക്കെയാണ് പടത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റണത്. ബാക്കി നസ്ലൻ സംസാരിക്കും. എനിക്ക് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ കൂടുതൽ ഒന്നും വിട്ടു പറയാനില്ല. ഫെബ്രുവരി 9 വരുന്ന വെള്ളിയാഴ്ച റിലീസ് ചെയ്യാണ്. ഗിരീഷേട്ടൻ്റെ കൂടെ 4ാമത്തെ സിനിമയാണത്. ഗിരീഷേട്ടൻ ചെയ്ത എല്ലാ സിനിമയിലും ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. അമിത. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ദിലീഷ് ചേട്ടനും ഗിരീഷ് ചേട്ടനും എല്ലാം സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി നസ്ലൻ പറഞ്ഞ പോലെ 9-ാം തീയതി റിലീസാകുമ്പം മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പടം കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫിലിമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശ്യാമോഹൻ എന്നാണ്. ഞാൻ അധികം ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ 18+ പത്രോസിൻ്റെ പടപ്പുകൾ, ഹെവൻ എന്നുള്ള ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആദ്യമായിട്ടാണ് ഗിരീഷ് കൂടെയും ദിലീഷേട്ടൻ്റെ കൂടെയൊക്കെ ആ ടീമിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊന്നു തണ്ണീർമത്തിലും സൂപ്പർ ശർമ്മയൊക്കെ കണ്ടിട്ടുള്ള നമുക്കറിയാം ഒരു ഗിരീഷേടി പടങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, തമാശ നിറഞ്ഞ, ഭയങ്കര ലോജിക്കൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന പടങ്ങളായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു കളർഫുൾ പടം തന്നെയാണ്. ഇതൊരു ഹൈദരാബാദിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ യൂത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നസ്ലിനും മമതയൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാലന്റൈൻ വീക്കിൽ എല്ലാവർക്കും കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നു, ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു. നസ്ലിനും മമത യൂത്തിൻ്റെ മാത്രം ഇതാന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചോദിക്കല്ലേ? ഭാവന സ്റ്റുഡിയോസ് നമുക്കറിയാം, അതൊരു വലിയ ബാനറാണ്. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, തങ്കം, അതുപോലുള്ള ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു എന്താ പറയുക, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദിലീഷ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രേമലു എന്നൊരു മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ? അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? ഹലോ. അല്ല, ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഗിരീഷ് ഷെഡി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ
മികച്ച 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ 2 സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ 2 സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് തോന്നുന്നു തണ്ണീർമത്തം കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചപ്പോഴാന്നേ ഉള്ളൂ. അപ്പം ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ് ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ടിൽ കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഈ കോംബോയിൽ ഇത് 3ാമത്തെ ചിത്രമാണ്. ഒരു പാറ്റേൺ പിടിച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. തണ്ണീർമത്തനിലാണെങ്കിൽ സ്കൂൾ ഡേയ്സ് കാണിക്കുന്നു. പാറ്റേൺ മനഃപൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുകയെന്നോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എൻ്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് അതിൽ പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ, ശരിയാണ്, എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്. ഇതിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്. നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു, ഇപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എത്രത്തോളം അത് ബ്രേക്ക് ആവുന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യണതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലത് അതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം. അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന്